അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൽ ഖാതിമിൻ നബിയ്യീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ മഹാസംരംഭത്തിൻ്റെ ബഹുമാനീയനും ആദരണീയനുമായ അധ്യക്ഷൻ മുജീബുർ റഹ്മാൻ സാഹിബ് അവറുകൾ, ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഷെയ്ർ മൗലവി ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന, ജില്ലാ, താലൂക്ക് നേതാക്കന്മാർ, ബഹുമാനീയരായ സംഘാടകർ, വേദിയെ ധന്യമാക്കിയിരിക്കുന്ന മറ്റ് നേതാക്കൾ, അതിൻ്റെ അപ്പുറത്ത് ബഹുമാന്യരായ ഹാജിമാർ, ഹജ്ജുമ്മമാർ, ഹജ്ജിന് പോകാത്തവരും ഈ വേദിയിലുണ്ട്. വളരെ കാലം ഹജ്ജ് സേവനം നടത്തുകയും ധാരാളം ഹാജിമാർക്ക് ഫാറം പൂരിപ്പിച്ചു കൊടുക്കൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സേവനങ്ങൾ നടത്തുകയും നിരവധി ഹജ്ജുകൾ, ഉംറകൾ, സിയാറത്തൊക്കെ ചെയ്ത് നല്ല പരിചയ സമ്പത്തുണ്ടാക്കിയ ബഹുമാന്യനായ BK ആസാദ് മൗലവി ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ ഒരു കസേര വന്നിരിക്കണം. ഒന്ന് സഹായിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ വർഷങ്ങളോളം പരിശുദ്ധ മക്കയിൽ താമസിക്കുകയും അവിടെ വഫാത്താകുകയും ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുത്ത ഒരു സഹോദരൻ പാപ്പനപള്ളി ഉസ്താദ് എന്നറിയപ്പെടുന്ന മഹാൻ, അദ്ദേഹവും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അങ്ങനെ ഒരുപാട് സവിശേഷതയുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് ആസാദ് മൗലവി. അതുപോലെ ഒരുപാട് പേരുണ്ട്, വിളിച്ചിരുത്തപ്പെടേണ്ട, മാപ്പാക്കണം. എൻ്റെ ഒരു കാരണവൻ കൂടി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല ആഫിയത്തും സ്നേഹത്തും ദീർഘായുസ്സും നൽകട്ടെ. ഇതുപോലെ നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ബഹുമാന്യ സുഹൃത്ത്, അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇല്ലേ, അറബിക് മുൻസീസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മക്കയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ദക്ഷിണ കേരള ജമിയത്തുലമയുടെ പോഷക പ്രസ്ഥാനമായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഈ പദവിയൊക്കെ അലങ്കരിച്ചിരുന്ന ബഹുമാന്യനായ ഹാജി MA സമദ് സാർ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ആക്കിബത്ത് പടസവും പ്രസാദിച്ചത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മുജീബുർ റഹ്മാൻ സാഹിബ് ഹജ്ജിൻ്റെ വിശ്വമാനവികത, സാഹോദര്യം, അതിൻ്റെ ചൈതന്യം ഒക്കെ തന്നെ വളരെ സമർത്ഥമായി ഇവിടെ അവതരിപ്പിച്ച് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി ഹജ്ജിൻ്റെ കർമ്മശാസ്ത്രം അതിവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നു. പാളയം ഇമാം പ്രശസ്ത പണ്ഡിതൻ ഡോക്ടർ VP സുഹൈബ് മൗലവി മദീന മുനവ്വറയെ സംബന്ധിച്ച് ക്ലാസ് നയിക്കാൻ പോകുന്നു. പിന്നെ ഇവിടെ നല്ല ചർച്ച, വളരെ സിസ്റ്റമാറ്റിക്കലാണ്. എനിക്ക് നിശ്ചയിച്ച പരിമിത സമയത്തിനുള്ളിൽ ഏതാനും വാക്കുകൾ പറഞ്ഞ് ഞാൻ നിർത്താം. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയതിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഇന്ന് പശ്ചിമേഷ്യ കത്തുകയാണ്. ഇന്നലെ മുതൽ ചെറിയ ഒരു ശാന്തത, ഒരു 10 ദിവസത്തേക്ക് ഹോർമൂസ് തുറന്നു കൊടുത്തു. പടച്ചവൻ ഈ സമാധാനം നിലനിർത്തുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നിലനിർത്തി
പശ്ചിമേഷ്യയിൽ അള്ളാഹു പരിപൂർണമായി സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. ദുആ ചെയ്യാം. അത് ഇന്നത്തെ ഒരു പ്രമേയമായി തന്നെ വരട്ടെ. ഇവിടെ ബഹുമാനീയനായ തങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണിച്ചപ്പോൾ അദ്ദേഹം തുടങ്ങിയത് തന്നെ അൽ ഹജ്ജു അശ്ഹുർ മഅലൂമാത്ത് എന്നാണ്. ഹജ്ജ് നിശ്ചിത മാസമാണ്, അറിയപ്പെടുന്ന മാസങ്ങൾ. ഹജ്ജിൻ്റെ അമലുകൾ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കപ്പെടാവുന്നതാണ്. പ്രധാന അമലുകൾ ദുൽഹജ്ജ് 8 മുതൽ 12 അല്ലെങ്കിൽ 13. 12-ൻ്റെ അന്ന് 3 ജംറകളിലും എറിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മിനയുടെ അതിർത്തി വിട്ടുകടന്നാൽ അത് മതി, അല്ലെങ്കിൽ 13 കൂടി എറിയണം. അപ്പോൾ ഒന്നെങ്കിൽ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 6 ദിവസം കൊണ്ട് നിർവഹിക്കപ്പെടാവുന്ന ബൃഹത്തായ ഒരു ഇബാദത്തിനെ സംബന്ധിച്ച് ഇവിടെ പാരായണം ചെയ്ത അള്ളാഹു പറഞ്ഞത് അൽ ഹജ്ജു അശ്ഹുർ മഅലൂമാത്ത്, നിശ്ചിത മാസങ്ങൾ. ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ ഈ നോട്ടീസും ആ ഖുർആൻ സൂക്തം കൂടെ ചേർത്ത് വായിക്കുന്നു. തസവ്വുദ്, നല്ല ഒരുക്കം. തസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. നിങ്ങൾ യാത്രയ്ക്ക് ആവശ്യമായ പാതയങ്ങളെല്ലാം ഒരുക്കിക്കൂ. ആ പാതയങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പാതയും തഖ്വയാണ്. തസവ്വുദ്, ഹജ്ജ് ക്യാമ്പ്. ഈ തസവ്വുദ് എന്ന വാക്കും ആ ഖുർആൻ സൂക്തവും അൽ ഹജ്ജു അശ്ഹുർ മഅലൂമാത്ത് എന്ന ഇവിടെ പാരായണം ചെയ്ത ഖുർആൻ സൂക്തവും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അറബിക്കടലിനേക്കാൾ വിശാലമാണ് അതിൻ്റെ ആശയം. അതിരുകൾ നിർണ്ണയിക്കപ്പെടാൻ കഴിയത്തില്ല. ഇവിടെ ഈ സമൂഹത്തെ സംബന്ധിച്ച് അമീർ സംസാരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന് വിശേഷിപ്പിച്ചു. അള്ളാഹുവിൻ്റെ അതിഥികളാണ്, ളുയൂഫുർ റഹ്മാനാണ് ഹാജിമാർ. അള്ളാഹുവിൻ്റെ നിവേദക സംഘവുമാണ്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുള്ള, പടച്ചവൻ്റെ നിവേദക സംഘവുമാണ്. അപ്പം ഈ സമൂഹത്തിന് വേണ്ടി, ലോക സമൂഹത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിവേദനം സമർപ്പിക്കാനും കൂടി പോകുന്ന ഒരു ഉത്കൃഷ്ട സമൂഹം. അതിൻ്റെയൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഈ ഇരിക്കുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും 4000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ആത്മമിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ വിളിക്ക് ഉത്തരം ചെയ്തവരാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് വാദ്യം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യൂ എന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചു. നമ്മുടെ ആത്മാവുകൾ ആ വിളി കേട്ടു, ഉത്തരം ചെയ്തു. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിളിക്ക് ഉത്തരം ചെയ്ത സൗഭാഗ്യവാന്മാരും സൗഭാഗ്യവതികളും എന്ന നിലയിൽ ഈ സമൂഹത്തിൻ്റെ മഹത്വം, ശ്രേഷ്ഠത വർണ്ണനാതീതമാണ്. അല്ലേ അസ്സലാമു വാക്കുകൾക്കതീതമാണ്. നിങ്ങളോട് എന്തു പറയുന്നേ? എവിടേക്കാ പോണത്? ബാക്കി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇനി പറയാനുമുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കേന്ദ്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അതിർത്തിയിൽ ചെന്നിട്ട് തിരിഞ്ഞു നിന്നു, വേദനിച്ചു. മക്കയെ അഭിസംബോധന ചെയ്തു. മാ അഥീബക്കി മിൻ ബലദ്, ഏ മക്ക, ലോക പട്ടണങ്ങളിൽ നിന്നെ ഇത്രേ സുഗന്ധപൂർണമാക്കിയതും പരിശുദ്ധമാക്കിയതും പവിത്രമാക്കിയതും എന്താണ്? ഒരു വിസ്മയത്തോട് ചോദിക്കുകയാണ്. മാ അഥീബക്കി മിൻ ബലദ്, ലോക പട്ടണങ്ങളിൽ ഏറ്റവും പ്രമുഖമായ സുഗന്ധസുന്ദരമായ ഒരു പട്ടണമാക്കി നിന്നെ മാറ്റിയത്, നീ ഒരു പട്ടണമായത് എങ്ങനെയാണ്? വഅഹബ്ബക്കി ഇലയ്യ, പ്രവാചകനായ എനിക്ക് ഏറ്റവും നീ ഇഷ്ടപ്പെട്ടതായി തീർന്നു.
ഈ പ്രദേശം അത്ഭുതമാണ്. ലൗലാ ഖൗമി അഖ്റജൂനി മിൻകി മാ സക്കന്തു ഗൈറകി. എൻ്റെ സമൂഹം, ഞാനൊരു സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, ഒരു ദൗത്യം നിർവഹിച്ചതിൻ്റെ പേരിൽ എൻ്റെ സമൂഹം എൻ്റെ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ മക്ക വിട്ടു പോകില്ലായിരുന്നു, മറ്റൊരിടത്ത് താമസിക്കില്ലായിരുന്നു. അത്ര പവിത്രമായ ഭൂമിയിലേക്കാണ് പോകുന്നത്. ലോക പട്ടണങ്ങളിൽ നിന്നെ ഇത്ര സുഗന്ധപൂർണമാക്കിയത്, പരിശുദ്ധമാക്കിയത്, പവിത്രമാക്കിയത് എന്താണ്? എനിക്കതിൽ അത്ഭുതമുണ്ട്, വിസ്മയമുണ്ട് എന്ന് നുബൂവത്തിൻ്റെ നാക്കുകൊണ്ട്, പ്രവാചകന്റെ നാക്കുകൊണ്ട് വിശേഷിപ്പിച്ച പവിത്രമായ ഭൂമി. അവിടേക്കാണ് നിങ്ങൾ പോകുന്നത്. മുൻഗാമികളായ ആളുകൾ പവിത്രമായ ഹറമിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പൂരി കയ്യിൽ വെച്ചിട്ട് കരയുമായിരുന്നു, അല്ലാഹുവേ, എൻ്റെ ശിരസ്സു കുത്തി നടക്കാൻ ഒരു മെയ്വഴക്കം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ പാദം ഈ പരിശുദ്ധമായ ഭൂമിയിൽ ഞാൻ സ്പർശിക്കില്ലായിരുന്നു, തൊടില്ലായിരുന്നു. അത്ര പവിത്രമായ ഭൂമി. ഭൂമിയുടെ സവിശേഷത ഇതാണെങ്കിൽ ഹറമിൻ്റെ പവിത്രത പറയാനുണ്ടോ? ഇവിടെ നേരത്തെ അമീർ സംസാരിച്ചില്ലേ, ഇന്ന അവന ബൈത്തിൻ ഉദയലിന്നാസിൻ്റെ ബക്ക. ബക്ക എന്ന് പറഞ്ഞാൽ പുക്കളും നടത്താം. അപ്പോൾ ഈ ഭൂമിയുടെ പുക്കൾ, അതിൻ്റെ കേന്ദ്ര ബിന്ദു. ഖുർആനിലെ പ്രയോഗം മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഉമ്മുൽ ഖുറ പറഞ്ഞു മക്കയെ സംബന്ധിച്ച്. വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹാ വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ് സഈർ. നബിയെ, അറബി ഭാഷയിലുള്ള ഈ ഖുർആൻ അങ്ങക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നു. എന്തിനാ? ലിതുൻദിറ ഉമ്മൽ ഖുറ, ലോകത്തിൻ്റെ ഹെഡ്, അതിൻ്റെ പുക്കൾ, അതിൻ്റെ മധ്യം ഉമ്മുൽ ഖുറയെ, മക്കയെ, മക്കവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ. ഒമൻ ഹൗലഹ, ഉമ്മുൽ ഖുറയുടെ ചുറ്റോട് ചുറ്റുമുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ. ആ ചുറ്റോട് ചുറ്റും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അതിൽ പെടുകയാണ്. ഈ 19,69,50,000 ചതുരശ്ര മൈൽ വിസ്തൃതിയും അതിൻ്റെ വ്യാസവും ചുറ്റളവും 6,60,00,000 ടൺ ഭാരവുമുള്ള ഈ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും നിവസിക്കുന്ന മുഴുവൻ ആളുകളും ഒമൻ ഹൗലഹ എന്ന ഖുർആനിൻ്റെ ആ വാക്കിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളുന്നു. തെക്ക് കഴിയുന്നവർ വടക്കോട്ട്, വടക്കുള്ളവർ തെക്കോട്ട്, കിഴക്കുള്ളവർ പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറുള്ളവർ കിഴക്കോട്ട്. ചുറ്റും കാബയുടെ ചുറ്റാണെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് എല്ലാവരുടെയും ദിശ ഒന്നാണ്. ഉമ്മുൽ ഖുറ, ഈ ഉമ്മുൽ ഖുറയ്ക്ക് താക്കീത് നൽകാൻ, അതിൻ്റെ പരിസരത്തുള്ളവർക്കെന്ന് പറഞ്ഞാൽ ലോക സമൂഹത്തിന് ആകമാനം താക്കീത് നൽകുവാൻ. വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി, ഒരു ദിവസത്തെ വരാനുണ്ട്. നിങ്ങളുടെ ഇതൊക്കെ ഒരു ക്ഷണികമാണ്. ഒരു ദിവസം വരാനുണ്ട്, ഒരു വലിയ സമ്മേളനം. യൗമൽ ജംഇ, വലിയ സമ്മേളനം നടക്കുന്ന ഒരു ദിവസം അത് വരാനുണ്ട്. ലാ റൈബ ഫീഹി, അതിന് യാതൊരു സംശയമില്ല. അത് വിചാരണയുടെ നാളെയാണ്, ഖിയാമത്ത് നാളാണ്. അന്നൊരു വലിയ വിളംബരം നടക്കാൻ പോകുന്നു. രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ വിളംബരം. ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിൽ, ഓ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിൽ. ആ സ്വർഗത്തിലേക്ക് പോകാൻ തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാനാണ് നമ്മുടെ ഈ പരിശ്രമം. ആണ് ഇവിടെ അമീർ അവസാനമായി പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജ് ചെയ്യുന്നവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് പടച്ചവൻ പറഞ്ഞില്ല. ഹജ്ജ് ചെയ്യുന്നവർക്കൊക്കെ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞില്ല. പിന്നെയോ അൽ ഹജ്ജുൽ മബ്റൂർ, കുറ്റമറ്റ ഹജ്ജ്.
അതിൻ്റെ വിശദീകരണവും പറഞ്ഞാൽ അതിലെ കടക്കുന്നില്ല, ആവർത്തിക്കുന്നില്ല. കുറ്റമറ്റ ഹജ്ജ്, അങ്ങനെയുള്ള ഹജ്ജ് ചെയ്യുന്നവർക്കാണ് സ്വർഗം. നേരത്തെ പറഞ്ഞ കയൗമ വരദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച് ഭൂമിയിലേക്ക് വീണപ്പോൾ എത്ര പരിശുദ്ധരായിരുന്നു, അതേ പരിശുദ്ധിയിലേക്ക് മടങ്ങി വരികയാണ് ഹാജി. ജീവിതത്തിൽ ചെയ്ത എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധി നേടിയിട്ട് വരികയാ. പരിശുദ്ധമായ കഅബ ശരീഫ് കാണുമ്പോൾ സ്ട്രോക്കുള്ള മുഴുവൻ കണ്ണുനീരും ഒഴുകിപ്പോകുകയാണ്. ഒഴുകുകയാണ്. നഗ്ന നേതൃത്വം കൊണ്ട്, ദൃഷ്ടി കൊണ്ട് കഅബ ശരീഫിലേക്ക് നോക്കുമ്പോൾ ഒരു ഹാജിയുടെ, ഒരു ഹജ്ജുമ്മയുടെ സ്ട്രോക്കുള്ള മുഴുവൻ കണ്ണുനീരും ഒഴുകിപ്പോവുകയാണ്. ആ സമയത്ത് എന്ത് പ്രാർത്ഥനയാണ് നടത്തുന്നത്? അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാണ്. പിന്നെ ഓരോ അമലുകളും, ഹജ്ജിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും, അതിൻ്റെ ഈ ആശയം, അതിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഉൾക്കാമ്പ്, അത് വർണ്ണനാതീതമാണ്, വാക്കുകൾക്കതീതമാണ്, അളന്നു നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും പറയുന്ന, കഴിഞ്ഞ വർഷം കൂടെ പറഞ്ഞ ആ ഹാജിമാരല്ലല്ലോ ഇപ്പം, അതുകൊണ്ട് ഒരു ആവർത്തന വ്യവസ്ഥതയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ധീരനായിരുന്നു. അബൂജഹലിൻ്റെ 100 ഒട്ടകം ഇനാമായി ഞാനിത് വാങ്ങും, ഞാൻ ലഭ്യമാക്കും എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ആ കാലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മൂർച്ചയുള്ള ഒരു വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുക്കാൻ പോയ ചെറുപ്പക്കാരനാണ് ഉമർ. ഖുർആനിൽ ആകൃഷ്ടനായി, അതിൽ വശീകൃതനായി തിരിച്ചു വന്ന പ്രവാചക സൗധത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. ഇനി ഇരിക്കുന്ന പ്രശ്നമില്ല. ദാറുൽ അർഖമിൽ അതുവരെ ഒളിച്ചിരുന്നാണ് പ്രബോധനം നടത്തിയത്. ഇനി ഒളിച്ചിരിക്കാൻ പാടില്ല, പുറത്തേക്കിറങ്ങ്, അബൂജഹൽ ഉൾപ്പെടെയുള്ളവർ ഞെട്ടട്ടെ, ഞാൻ നേതൃത്വം നൽകും. അങ്ങനെ ഹറമിലേക്ക് ആദ്യമായി ധീരതയുടെ മാർച്ച് നയിച്ച വലിയ യുവാവ് 26-ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതുപോലെ സ്ത്രീകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു നബിയുടെ തിരുമുമ്പിൽ പഠിക്കാൻ വേണ്ടി. ഉമർ ഇങ്ങനെ കടന്നു വന്നപ്പോൾ സ്ത്രീകളൊക്കെ അങ്ങ് എഴുന്നേറ്റു. അപ്പം സ്ത്രീകളെ ശകാരിച്ച്, എന്താ പെണ്ണുങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുമുമ്പിലിരിക്കുന്ന നിങ്ങൾ എന്നെ കണ്ട് എഴുന്നേറ്റത് അനാദരവായി പോയല്ലോ, ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ശകാരം മൂർച്ഛിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവരെ നിർത്ത്, അത് അവരുടെ ദൗർബല്യമല്ല, നിന്റെ നേച്ചറാണ്. നീ ഒരു വഴിയിൽ കൂടി സഞ്ചരിക്കുകയും അതേ വഴിയുടെ എതിർ ദിശയിൽ കൂടി ഇബിലീസ് നടന്നു വരികയും ചെയ്താൽ നിന്നെ കാണുമ്പോൾ ഇബിലീസ് പേടിച്ച് വഴിമാറിക്കളയും. അത്ര ധീരനാണ്. ഇനി ഞാൻ അപ്പുറത്ത് ഉമർ ബിൻ ഖത്താബിൻ്റെ ധീരതയെക്കുറിച്ച് പറയണോ? രോമാഞ്ചത്തോടു കൂടിയല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനും കേൾക്കാനും സാധ്യമല്ലല്ലോ നമുക്ക്. അദ്ദേഹം തവാഫ് ചെയ്തു, ഹജറുൽ അസ്വദ് മുത്തി. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി ഹജറുൽ അസ്വദ് മുത്താൻ കഴിയുന്നവർ മുത്തൽ സുന്നത്ത് ഐച്ഛികമാണ്, തിക്കും തിരക്കും കൂട്ടുന്നത് മാത്രം. അതിന് കഴിയുന്നില്ല തൊട്ടുമുത്തൽ സുന്നത്ത്, അല്ലെങ്കിൽ ദൂരെ നിന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ആംഗ്യം കാണിച്ച് ഇസ്തിലാം ചെയ്യൽ സുന്നത്ത്. ഇത് മൂന്നും ഒരുപോലെയാണ്. എനിക്ക് ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നിരാശയും വൈകടപ്യവും ആർക്കും വേണ്ട. വളരെ ദൂരെ നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ആംഗ്യം കാണിച്ചാൽ മതി, ധാരാളം മതി. ഇതെല്ലാം ഒരുപോലെയാണ്. ഉമർ ബിൻ ഖത്താബ് നേർക്ക് നേരെ ചുംബിച്ചു. എന്നിട്ട് അല്പം പുറകോട്ട് മാറി സ്വതസിദ്ധമായ ശൈലിയിൽ ചോദിച്ചു, ഹജറുൽ അസ്വദ് ഇനി ആരും അന്നക്ക് ഹജറുല്ല തൻഫു വലാ തദുർ, എനിക്കറിയാം നീ കേവലം ഒരു കല്ലാണെന്ന്. ആർക്കെങ്കിലും 8 കാശിൻ്റെ ഉപകാരം ചെയ്യാനോ 8 കാശിൻ്റെ ഉപദ്രവം ഏൽപ്പിക്കാനോ നിനക്ക് സാധ്യമല്ല എന്നും എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ ചുംബിച്ചത്? കേവലം ഒരു കല്ലാണ്.
ആർക്കും ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവമേൽപ്പിക്കാനോ നിനക്ക് സാധ്യമല്ല എന്നൊക്കെ നല്ല അറിയുന്നയാള് ഞാൻ. പിന്നെ ഞാൻ എന്തിനാ നിന്നെ ചുംബിച്ചത്? വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിറുകി മാ ഖബ്ബൽതുകി. എൻ്റെ നേതാവ്, ലോകത്തിൻ്റെ നേതാവ്, കടലിൻ്റെയും കരയുടെയും നേതാവ്, പർവ്വതങ്ങളുടെയും മരുഭൂമികളുടെയും നേതാവ്, കരകളുടെയും ജലാശയങ്ങളുടെയും നേതാവ്, ജിന്നിൻ്റെയും ഇൻസിൻ്റെയും നേതാവ്, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റസൂല് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ മാ ഖബ്ബൽതുകി, നിന്നെ ഞാൻ ചുംബിക്കില്ലായിരുന്നു. എന്തിനാണ് റസൂല് നിന്നെ ചുംബിച്ചത്? റസൂല് നിന്നെ ചുംബിച്ചത് എന്തിനാണ്? അതിലൊരു ആശയമുണ്ട്. ആലമുൽ അർവാഹിൽ എല്ലാ ആത്മാവുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. അള്ളാഹുവിൻ്റെയും നമ്മുടെ ആത്മാവുകളുടെയും ഇടയിൽ ഒരു കരാറുണ്ടാക്കി. അഹ്ദ് മീസാഖ്, അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ. ആ കരാറ് അള്ളാഹു രേഖപ്പെടുത്തിയത് ഈ ഫലകത്തിലാണ്, സ്വർഗത്തിലെ ഈ ഫലകത്തിലാണ്, ഈ കല്ലിലാണ് രേഖപ്പെടുത്തിയത്. നാളെ മൊത്തം സംശയരഹിതമായ എല്ലാവരും വിചാരണയ്ക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിചാരണയുടെ വേളയിൽ, ആ മൈതാനിയിൽ മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, പ്രവാചകന്മാരുൾപ്പെടെ. ഈ കല്ലും അവിടെ ഹാജരാക്കപ്പെടുന്നു. ആലമുൽ അർവാഹിൽ വെച്ച് രാജാതിരാജനായ ഉടമസ്ഥനായ പടച്ചവനുമായി ചെയ്ത കരാറ് അനുസരിച്ച് ജീവിച്ചവർക്ക്, അത് നടപ്പിലാക്കിയവർക്ക് ഇത് അനുകൂലമായി സാക്ഷി നിൽക്കുന്നു, അല്ലാത്തവർക്ക് പ്രതികൂലമായും സാക്ഷി നിൽക്കുന്നു. ഉമർ ബിൻ ഖത്താബ് കരഞ്ഞിട്ട് പറഞ്ഞേ, പ്രിയപ്പെട്ട ഹജറുൽ അസ്വദ്, റസൂല് നിന്നെ മുത്തിയതും നിന്നെ ഇസ്തിലാമ ചെയ്യൽ സുന്നത്താക്കിയതും അതിൻ്റെ പിന്നിലുള്ള പൊരുൾ ഇത്ര വലുതാണ്. ഞാൻ ചുംബിച്ചതും അതുകൊണ്ടാണ്. അപ്പം സ്വാഭാവികമായി ഹജറുൽ അസ്വദ് കാണുമ്പോൾ, അത് ചുംബിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്തിലാമ ചെയ്യുമ്പോൾ, അതിൻ്റെ ആ നേർ പോയിന്റിൽ നിന്ന് തവാഫ് ആരംഭിക്കുമ്പോൾ ഒരു ഹാജിയുടെ, ഒരു ഹജ്ജുമ്മയുടെ വികാരം എവിടേക്കാണ് പോണത്? ഈ സ്ഥൂല ലോകത്ത് നിന്ന് സൂക്ഷ്മ ലോകത്തേക്ക് നമ്മുടെ ആത്മാവുകൾ പറക്കുകയാണ്. അല്ലാഹുവേ, നാളെ വിചാരണയുടെ വേളയിൽ എന്നെ ഹാജരാക്കപ്പെടുമ്പോൾ എൻ്റെയും നിൻ്റെയും ഇടയിലുള്ള കരാറ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഫലകത്തെയും ഹാജരാക്കപ്പെടുമ്പോൾ, ഇത് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുമ്പോൾ എന്നെ അനുകൂല സാക്ഷിയാക്കണേ, എനിക്ക് ഈ കല്ലിനെ അനുകൂല സാക്ഷിയാക്കണേ റബ്ബേ. ഒരു ഹാജിയുടെ, ഒരു ഹജ്ജമ്മയുടെ മനസ്സിൽ പതഞ്ഞു പൊങ്ങുന്ന ആശയം അതാണ്. ഇവിടെ അമീർ അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ ഇബ്രാഹിം മക്കാമിൽ നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞു. തവാഫിന് സമാപനം കുറിച്ചുകൊണ്ട് ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കരിക്കണം. നമ്മൾ എത്രയോ നമസ്കരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ തവാഫ് ചെയ്ത് 2 റക്അത്ത് തവാഫിൻ്റെ സുന്നത്ത് ഐച്ഛികമാണ്, ഫർളല്ല. തവാഫിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആ 2 റക്അത്ത് നമസ്കാരത്തിൽ ഒരു ഹാജിയുടെ, ഒരു ഹജ്ജുമ്മയുടെ മനസ്സിൽ പൊന്തി വരുന്ന ആശയം 4000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് മനസ്സ് പാഞ്ഞു പോവുകയാണ്. ലോകത്ത് സമാനതയില്ലാത്ത തീക്കുണ്ടം തൗഹീദ് പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിയപ്പെടാൻ പോകുന്നു. നമ്രൂദിൻ്റെ പട്ടാളം, എല്ലാ തീ നല്ല ആളിക്കത്തുന്നു. ഇപ്പം വെന്താൽ നിമിഷങ്ങൾക്കകം കരിഞ്ഞ് ചാമ്പലാകാൻ പോകുന്നു. ജിബ്രീൽ വന്നിട്ട് ചോദിച്ചേ, ഇബ്രാഹിം നബി എന്ത് സഹായമാണ് വേണ്ടത്? എനിക്ക് ജിബ്രീലിൻ്റെ സഹായം വേണ്ടതേ, ലോകത്ത് ഒരാളുടെ സഹായം എനിക്ക് വേണ്ട. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹുവിൻ്റെ സഹായം മതി. ആ വിശ്വാസദാർഢ്യതയിലേക്ക്, ആ തൗഹീദിലേക്ക് ഹാജിയുടെ ഹൃദയം പാഞ്ഞു പോവുകയാണ് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ. ഇവിടെ എത്യോപ്യക്കാരിയായ ഒരു കറുത്ത സുന്ദരി ഹാജറ ഗർഭം ധരിച്ചു, പ്രസവിച്ചു. പ്രസവകാരിയെയും കുഞ്ഞിനെയും കൂടി അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് പോരാൻ പറഞ്ഞു. എവിടെ?
പുല്ലുമുളയ്ക്കാത്ത, നിഴലില്ലാത്ത, വൃക്ഷമില്ലാത്ത, വെള്ളമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത ഒരു ജീവിയുടെ സാന്നിധ്യമില്ലാത്ത ചുട്ടുപഴുത്ത മണൽ പ്രദേശത്ത് അവിടെ കൊണ്ടുപോയിറക്കി. അള്ളാഹുവിൻ്റെ ഏതൊരു കൽപ്പനയ്ക്കും സർവാത്മനാ വെളിപ്പെടുക എന്ന ധാർമ്മിക ആവശ്യത്തോടെ അവിടെ കൊണ്ടുപോയിറക്കി. തിരിഞ്ഞു നടന്നു. അപ്പോൾ ഹാജറ പുറകിൽ പോവുക. എന്നെയും ഈ ചോരക്കുഞ്ഞിനെ ഇവിടെ ഇറക്കിയിട്ട് ആരെ ഏൽപ്പിച്ചിട്ടാണ് പോണത്? മറുപടിയില്ല. പിന്നെയും ചോദിച്ച മറുപടിയില്ല. അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിം നബിയെ, എന്നെയും ഈ കുഞ്ഞിനെ ഇവിടെ ഇറക്കിയിട്ട് പോകണമെന്ന് അള്ളാഹു കൽപ്പിച്ചതാണോ? കാലനാം, അതെ, പൊക്കോളൂ. ഇന്നല്ലാഹുവരാണ്, പടച്ചവൻ ഞങ്ങളുടെ പാഴാക്കത്തില്ല. ആ തവക്കുൽ, എത്തോപ്യക്കാരിയായ കരിക്കട്ട് പോലെ കറുത്ത സുന്ദരി ഹാജറയിലെ തവക്കുൽ. ഉമ്മായിമോനും അവിടെ ജീവിച്ചു. ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി. സംസം ഉൾപ്പെടെ, ജനവാസം ഉൾപ്പെടെ ഭയങ്കര അത്ഭുതങ്ങൾ വന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഹൃദയമാണ്, ഏറ്റവും വലിയ പട്ടണമാണ്. ലോകത്തെ എവിടെ എന്ന് ഏത് ഉത്കൃഷ്ടമായ വിഭവങ്ങളും ഫ്രൂട്ട്സുകളും ഉൾപ്പെടെ എല്ലാം അവിടെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വന്നു. ഇസ്മായിൽ നബി വാപ്പയോടൊപ്പം നടന്ന് സഞ്ചരിക്കാനുള്ള പ്രായമായി. ഫലമ്മ ബലഗ മഅസായി, വാപ്പയോടൊപ്പം സഞ്ചരിക്കാൻ കാലമായി. അപ്പോൾ ചെന്ന് മോനെ ഒരുക്കി മിനയിലേക്ക് കൊണ്ടുപോയി. സഫീർ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തിയപ്പോൾ യാത്രയുടെ ലക്ഷ്യം വെളിപ്പെടുത്തി. മോനെ, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, ഇവിടെ വെച്ച് നിന്നെ അറുത്ത് കുർബാൻ കൊടുക്കണമെന്ന്. ഫന്ദുർ മാതാത്തറ, എന്താ നിന്റെ അഭിപ്രായം? ഫലമ്മാബല മാഹുസായി, വാപ്പയോടൊപ്പം ഓടാനും നടക്കാനും ഒക്കെ പ്രായം പ്രാപിച്ചതിന് ശേഷമായത്. മരണത്തെ ഭയന്ന് ഓടിപ്പോകാം, അറിവിനെ ഭയന്നിട്ട് ഓടിപ്പോകാം. അത് ചെയ്തില്ല. എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, പ്രവാചകന്മാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്. അത് വഹിയുടെ ഭാഗമാണ്. അത് നടപ്പിലാക്കപ്പെടണം. ഞാൻ കടന്നു തരാം, ആ കുർബാൻ നടത്തിക്കോ. സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാശീലനായി കടന്നു തരാം. ഈ സംഭവത്തിലേക്ക് ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ തവാഫിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ഈ ബഹുലമായ സംഭവങ്ങളിലേക്ക് ഹാജിയുടെ, ഹജ്ജുമയുടെ മനസ്സ് പാഞ്ഞു പോവുകയാണ്. ഹജ്ജിൻ്റെ ചൈതന്യം, ഈ ചൈതന്യമെല്ലാം ഉൾക്കൊണ്ട്, എൻ്റെ സമയം കഴിഞ്ഞു പോയി, ഈ ചൈതന്യമെല്ലാം ഉൾക്കൊണ്ട് കയൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച നിമിഷം എങ്ങനെയാണ് എത്രത്തോളം പരിശുദ്ധരായിരുന്നോ അതേ പരിശുദ്ധിയിലേക്ക് മടങ്ങി ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വന്ന് അവസാനം ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിൽ ഒരു വിഭാഗം നരകത്തിൽ എന്ന രാജവിളംബരമുണ്ടാകുമ്പോൾ ഫരീഖും ഫിൽ ജന്ന എന്ന വിഭാഗത്തിൽപ്പെടാൻ നമ്മളെ പക്വമാക്കുന്നതാണ് പരിശുദ്ധമായ ഹജ്ജ്, നമ്മുടെ ഇബാദത്തുകൾ. ആ തരത്തിൽ മക്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്തുമൊക്കെ നിർവഹിച്ച് ആരോഗ്യത്തോടെ മടങ്ങി വന്ന് സന്മാർഗത്തിൻ്റെ പ്രതിരൂപങ്ങളായി, പ്രകാശഗോപുരങ്ങളായി ജീവിക്കുവാൻ പടച്ച തമ്പുരാൻ എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അടുത്ത പ്രഭാഷണം നടത്തേണ്ട ബഹുമാനീയനായ ഉസ്താദ് അബ്ദുൽ മൗലവി അവരുകളെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ മഹത്തായ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.